കുറച്ചായിട്ട് ഇങ്ങനെ മില്യൺ കണക്കിന് ഫോളോവേഴ്സുള്ള പല ഫേസ്ബുക്ക് പേജുകളും ഈ യൂത്ത് കോൺഗ്രസ് വിലക്കെടുത്ത് അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ഒരു വാഴ്ത്തു സംഘമാക്കിയിട്ട് അവരെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പണം കൊടുത്ത് വാങ്ങാനുള്ള പണം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിപ്പോ ട്രെൻഡിങ് കേരള അതിനകത്ത് പറയാണ് രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്. അടുത്തത് ഓറഞ്ച് മീഡിയ എന്റർടൈൻമെന്റ്. ഇതൊന്നും ഒരു കാലത്ത് നിഷ്പക്ഷമായി നല്ല റീച്ച് ഉണ്ടാക്കിയ പേജുകളാണ്. രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടുത്ത പേജ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സ്മാർട്ട് പിക്സ് മീഡിയ രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കണക്റ്റിംഗ് കേരള രാഹുലിന്റെ അറസ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതുപോലെ 100-100-ലധികം പേജുകൾ, സോഷ്യൽ മീഡിയ പേജുകൾ, ഇൻസ്റ്റാ അക്കൗണ്ടുകൾ, അതിനകത്തുനിന്ന് ഒരു കേന്ദ്രത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ള മാറ്റർ ഉപയോഗപ്പെടുത്തി ഈ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇവിടെ എന്തൊക്കെയായിരുന്നു വെല്ലുവിളി? രാഹുലിന്റെ അറസ്റ്റ് നടന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഞങ്ങൾ ജാമ്യം എടുക്കുന്നില്ല, ഞങ്ങൾ ജയിലിൽ പോവാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ രാഹുൽ എന്തൊക്കെയാണ് കളിച്ചു കൂട്ടിയത്? രാഹുൽ തന്നെ നേരത്തെ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വെല്ലുവിളിച്ചല്ലോ, കേസ് ഞങ്ങൾക്ക് പുല്ലാണ്, ജയിൽ ഞങ്ങൾക്ക് പുല്ലാണ്, അഥവാ അങ്ങനെ ജയിലിൽ പോവാൻ എന്തെങ്കിലും ഒരു കാരണമുണ്ടായാൽ, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ നെഞ്ചുവേദന വന്ന് അഭിനയിക്കില്ല, ആശുപത്രിയിൽ അഡ്മിറ്റ് ആവില്ല എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത് ആരാണ്? അത് വേറെ വ്യാജ പ്രസിഡന്റാണോ? ഈ രാഹുലല്ലേ അഡ്മിറ്റ് ആയത്? ഡിസംബർ 28, ജനുവരി 1-2 തീയതികളിൽ ഈ കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട കേസിലെ 5 മുതൽ 25 വരെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തു. 5 മുതൽ 25 വരെ നമ്പറുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ അറസ്റ്റ് ചെയ്തപ്പോ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരെ പ്രകടനം നടത്തിയോ? ആ കേസിലെ 1, 2, 3 പ്രതികൾ MLA-മാരാണ്. 4-ാം പ്രതിയാണ് രാഹുൽ. രാഹുലിന് എന്താ പ്രിവിലേജ്? 5 മുതൽ 25 വരെ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ജയിലിൽ കിടക്കുകയും ചെയ്തല്ലോ. അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേക പരിഗണന രാഹുൽ വേണം എന്നെങ്ങനെ ആവശ്യപ്പെടുക? രാഹുൽ ആരാണ് ഇവിടെ? രാഹുലിന് എന്താ പ്രിവിലേജ്? എന്നിട്ട് പറയുകയാണ് എനിക്ക് അസുഖമാണ്. 3 തവണയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത്. 3 തവണ. ആദ്യം പോലീസ് ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നീട് ഇയാൾ കോടതിയിൽ പറഞ്ഞു എനിക്ക് ചില പ്രത്യേക അസുഖമുണ്ട്. വീണ്ടും ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം കൊണ്ടുപോയി റിമാൻഡ് ചെയ്തപ്പോൾ വീണ്ടും ഇയാൾ പറയുകയാണ് എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. ഭയമാണ്, ജയിലിൽ പോവാൻ ഭയം, ഭീരുത്വം നമ്മൾ കണ്ടതാണ്. മൈക്ക് കാണുമ്പോൾ കിട്ടുന്ന വെല്ലുവിളിയല്ലാതെ ജയിലിലേക്ക് പോവും എന്ന് വന്നപ്പോൾ കരഞ്ഞ് എനിക്ക് അസുഖമാണ്, എന്നെ വീണ്ടും ഒന്നുകൂടി ആശുപത്രിയിൽ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്ന സംസ്ഥാന വ്യാജ പ്രസിഡന്റിയാണ് കണ്ടത്. ഇത് ഈ 28-ാം തീയതിയും 1-ാം തീയതിയും 2-ാം തീയതിയും അറസ്റ്റ് നടന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള രാഹുൽ തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി. അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി കയ്യിൽ വെച്ചു. ഇനിയിപ്പോൾ അത് തന്നെ ഒറിജിനലാണോ വ്യാജമാണോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പൊ ആളുകൾ പറയുന്നത് ഇയാൾ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പൊ അത് സംബന്ധിച്ചും ഗൗരവമായി മാധ്യമ പ്രവർത്തകരായ നിങ്ങളും പോലീസും അന്വേഷിക്കേണ്ടതുണ്ട്. രാഹുൽ അവിടെ ഹാജരാക്കിയത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഏതായാലും ഈ യൂത്ത് കോൺഗ്രസിന്റെ ഈ ക്രിമിനൽ കൂട്ടം ഇവിടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ ആവശ്യമായ നിരവധി പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ എന്താണ് യൂത്ത് കോൺഗ്രസ് എന്ന് ആളുകൾക്കറിയാം. സ്വന്തമായി പ്രസിഡന്റ് തിരഞ്ഞെടുക്കേണ്ട, സ്വന്തം ഭാരവാഹികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അനുയായികളില്ലാത്ത പ്രസ്ഥാനമാണ്. വോട്ടർമാരെ കിട്ടാത്തത് കൊണ്ട്, മെമ്പർഷിപ്പ് എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് വ്യാജന്മാരെ സൃഷ്ടിച്ച ക്രിമിനൽ സംഘമാണ് ഈ യൂത്ത് കോൺഗ്രസ്. അപ്പൊ ഇവർക്ക് ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു PR സംഘമുണ്ട്. ഈ PR സംഘമാണ് നൂറുകണക്കിന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വില കൊടുത്ത് വാങ്ങിയിട്ട് ഇങ്ങനെ വെളുപ്പിക്കൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വെളുപ്പിക്കലിന്റെ കൂടെ കേരളത്തിലെ ഒരുപറ്റ മുഖ്യധാര മാധ്യമങ്ങൾ കൂടി അണിനിരന്ന കാഴ്ചയാണ് ഇന്നലെ ദൗർഭാഗ്യകരമായ ഒരു കാഴ്ച കാണാൻ വേണ്ടി കഴിഞ്ഞു. ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.